കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഒരു വമ്പൻ തിരിച്ചടി ലഭിച്ച ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അത്രത്തോളം 8 നിലയിൽ പൊട്ടിപ്പാളീസാവുന്ന പരാജയമായിരുന്നു മഹാരാഷ്ട്ര നിയമസഭയിൽ ഇന്ത്യ സഖ്യത്തിന് നേരിടേണ്ടി വന്നത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയ തോതിലുള്ള തിരിച്ചടി വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. അതായത് തോൽവി എന്ന് തന്നെ പറയേണ്ടി വരുന്ന തരത്തിൽ BJP തൂത്തുവാരിയിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അതായത് 5ഓളം സീറ്റുകളിലാണ് BJP പുഷ്പം പോലെ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. വിശദമായി പറയുകയാണെങ്കിൽ സംസ്ഥാന നിയമസഭാ കൗൺസിലിലെ 5 സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് പറയുന്നത്. അതായത് 2024 നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സിറ്റിംഗ് MLCകളുടെ വിജയം കണക്കിലെടുത്താണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. ഈ 5 സീറ്റുകളിലും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 MLCമാർ BJPയിൽ നിന്നുള്ളവരും തുടർന്ന് ശിവസേനയിൽ നിന്നും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഓരോരുത്തർ വീതമായിരുന്നു. 3 പാർട്ടികളും സംസ്ഥാനത്തെ ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന്റെ ഭാഗമാണ്. 288 അംഗ നിയമസഭയിലെ MLA കോട്ടയിൽ നിന്നാണ് MLCകളുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. BJPക്ക് 132 MLAമാരും ശിവസേനയ്ക്ക് 57ഉം NCPക്ക് 41 MLAമാരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മഹായുതി സഖ്യത്തിന് ക്ലീൻ സ്വീപ്പാണ് സാധ്യമാക്കിയിരിക്കുന്നത്. അതായത് ഇത്രത്തോളം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെയും എതിർഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രബല സാന്നിധ്യം കണക്കിലെടുത്ത് 5 സീറ്റുകളും വിജയിക്കാൻ അവർക്ക് സൗകര്യപ്രദമായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അതായത് വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. 5 സീറ്റും തൂത്തുവാരിയ തരത്തിലായിരുന്നു BJPയുടെ വിജയം ഉറപ്പിക്കുന്നത് തന്നെ. അതായത് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഉദ്ധവ് ശിവസേനയ്ക്കോ NCP ശരത് പവാറിനോ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ പോലും ഒരു കാര്യവും ഇല്ലാത്ത തരത്തിലായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം അവിടെ BJP തൂത്തുവാരുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ 5 സീറ്റിലും വ്യക്തമായ മുൻതൂക്കം BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലും അവിടെ കണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.